ക്രിസ്തുവിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പാരിഷ് ജീവിതത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. ഒരു ദിവസം കുട്ടികളുടെ ആരാധനാക്രമത്തിനിടെ ഒരു കഷ്ണം ചോക്ലേറ്റ് മാത്രം കയ്യിൽ പിടിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടിയുടെ അടുത്തേക്ക് ഞാൻ നടന്നു ചെന്നു. ഞാൻ കൈ നീട്ടി പറഞ്ഞു, "ആ ഒരു ചോക്ലേറ്റ് എനിക്ക് താ. നാളെ ഞാൻ നിനക്ക് 10 തരാം." ഉടനെ അവന്റെ കണ്ണുകൾ മാറി. അവന്റെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടം ഏതാണ്ട് നമുക്ക് കാണാമായിരുന്നു. അവൻ തന്റെ കയ്യിലുള്ള ചോക്ലേറ്റിനെ നോക്കി. യഥാർത്ഥം, ഉറപ്പുള്ളത്, സുരക്ഷിതം. പിന്നെ എന്നെ നോക്കി. അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. ഇയാളെ വിശ്വസിക്കാമോ? നാളെ ഒരിക്കലും വരില്ലെങ്കിലോ? എന്റെ കയ്യിലുള്ളതുപോലും നഷ്ടപ്പെട്ടാലോ? ഒടുവിൽ വിറയുന്ന വിരലുകളോടെ അവൻ പതുക്കെ അത് വിട്ടുകൊടുത്തു. കുട്ടികൾ അങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കും. പക്ഷേ സത്യത്തിൽ ആ കുട്ടി നമ്മളോരോരുത്തരുമാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു കഷ്ണം ചോക്ലേറ്റ് നാം മുറുകെ പിടിച്ചിരിക്കുന്നു. നമ്മുടെ പദ്ധതികൾ, ആശ്വാസങ്ങൾ, പണം, അഭിമാനം, മുറിവുകൾ, നിയന്ത്രണം, ഭയങ്ങൾ. ദൈവം അതിലും വലിയത് വാഗ്ദാനം ചെയ്യുമ്പോഴും സമർപ്പണം നമ്മെ ഭയപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിന്റെ ഹൃദയത്തിൽ ഈ ഭയമാണ്. പത്രോസ് യേശുവിനോട് പറയുന്നു, "ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു." ആ വാക്കുകളുടെ പിന്നിൽ ഒരു മറഞ്ഞിരിക്കുന്ന ചോദ്യം കേൾക്കാം. കർത്താവേ, അത് ശരിക്കും വിലപ്പെട്ടതായിരുന്നോ? പത്രോസ് സംസാരിക്കുന്നത് എല്ലാ മനുഷ്യഹൃദയത്തിന്റെയും ഭാഷയാണ്. കാരണം നമ്മുടെ ഉള്ളിന്റെ ആഴത്തിൽ നാം എല്ലാവരും ഉറപ്പുകൾ തേടുന്നു, കണക്കുകൾ തേടുന്നു, ഗ്യാരണ്ടികൾ തേടുന്നു. ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ ഉടനെ അതിന്റെ ഫലം കാണണമെന്ന് നാം ആഗ്രഹിക്കുന്നു. കണക്കുകൂട്ടലുകളിൽ മുഴുകിയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ പലർക്കും പരിചിതമായ ഒരു മനോഭാവമുണ്ട്, ചിട്ടി മനോഭാവം. ഓരോ സംഭാവനയും കൃത്യമായി കണക്കാക്കപ്പെടുന്നു, ഓരോ റിസ്ക്കും അളക്കപ്പെടുന്നു, ശരിയായ സമയത്ത് ലാഭം പ്രതീക്ഷിക്കപ്പെടുന്നു. അറിയാതെ പതുക്കെ നാം ദൈവത്തോടും അതേ രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്നു. അല്പം പ്രാർത്ഥിക്കുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, ത്യാഗങ്ങൾ ചെയ്യുന്നു, സംഭാവനകൾ നൽകുന്നു. പക്ഷേ ഉള്ളിൽ എവിടെയോ നാം ചിന്തിക്കുന്നു, കർത്താവേ, ഞാൻ ഇത്ര കൊടുത്തല്ലോ, എനിക്ക് എന്താണ് തിരികെ കിട്ടുന്നത്? അപ്പോൾ വിശ്വാസം ഒരു ആത്മീയ കച്ചവടമായി മാറുന്നു. നാം ഒരു മിനിമം ബാലൻസ് ആത്മീയത ജീവിക്കുന്നു. വിശ്വാസത്തിന്റെ അക്കൗണ്ട് അടയാതിരിക്കാനുള്ളത്ര മാത്രം ദൈവത്തിന് നൽകുന്നു, പക്ഷേ ഹൃദയം മുഴുവൻ സമർപ്പിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇന്ന് യേശു നമ്മുടെ കണക്കുകൂട്ടലുകളുടെ കാൽക്കുലേറ്റർ തകർക്കുന്നു. ക്രിസ്തുവിശ്വാസം ഒരു കച്ചവടമല്ല, അത് ഹൃദയത്തിന്റെ രൂപാന്തരമാണ്. യേശു ബാങ്കുകാരനായി നമ്മുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വരുന്നില്ല. അവിടുന്ന് മണവാളനായി ഹൃദയം തേടിയാണ് വരുന്നത്. അവിടുന്ന് നിന്റെ മിനിമം ബാലൻസ് ചോദിക്കുന്നില്ല. അവിടുന്ന് എല്ലാം ചോദിക്കുന്നു. കാരണം ശൂന്യമായ കൈകൾക്ക് മാത്രമേ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറയുന്നത്, "എന്റെ നിമിത്തവും സുവിശേഷത്തിന്റെ നിമിത്തവും വീടോ സഹോദരന്മാരോ സഹോദരികളോ അമ്മയോ അച്ഛനോ മക്കളോ ഭൂമിയോ ഉപേക്ഷിച്ചവരാരും 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല." എന്നാൽ ഇത് ശരിയായി മനസ്സിലാക്കണം. യേശു സമൃദ്ധിയുടെ സുവിശേഷമല്ല പ്രസംഗിക്കുന്നത്. 100 രൂപ കൊടുക്കൂ, 1,00,000 തിരികെ ലഭിക്കും എന്നല്ല അവിടുന്ന് പറയുന്നത്. 100 ഇരട്ടി എന്നത് സ്വത്തുക്കളുടെ വർധനവല്ല, അത് ആത്മാവിന്റെ വിശാലീകരണമാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു, "ദൈവം നമുക്ക് നല്ലത് നൽകാൻ എപ്പോഴും ശ്രമിക്കുന്നു. പക്ഷേ നമ്മുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ ദുരന്തം. ദൈവം അനുഗ്രഹിക്കാൻ വിസമ്മതിക്കുന്നതല്ല, ചെറിയ കാര്യങ്ങളിൽ നാം മുറുകെ പിടിക്കുന്നതിനാൽ വലിയതു സ്വീകരിക്കാൻ കഴിയാത്തതാണ്." ഒരു വൈദികൻ സ്വന്തം വീട് ഉപേക്ഷിക്കുമ്പോൾ അവൻ ആയിരക്കണക്കിന് വീടുകൾ ലഭിക്കുന്നു. ഒരു സന്യാസിനി ജൈവിക മാതൃത്വം ഉപേക്ഷിക്കുമ്പോൾ അവൾ അസംഖ്യം ആത്മാക്കളുടെ അമ്മയാകുന്നു. മിഷണറിമാർ സ്വന്തം നാട് വിടുമ്പോൾ അവർ എല്ലായിടത്തും കുടുംബത്തെ കണ്ടെത്തുന്നു. ഇതാണ് സഭയുടെ രഹസ്യം. ക്രിസ്തുവിൽ അന്യൻ സഹോദരനാകുന്നു, ഏകൻ കൂട്ടായ്മ കണ്ടെത്തുന്നു, അനാഥൻ പിതാവിനെ കണ്ടെത്തുന്നു, മുറിവേറ്റവർ കുടുംബത്തെ കണ്ടെത്തുന്നു. നീ ഒരു ചെറിയ രാജ്യം നഷ്ടപ്പെടുത്തുന്നു, പക്ഷേ ദൈവരാജ്യം നേടുന്നു. എന്നാൽ യേശു നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൂടി പറയുന്നു: പീഡനങ്ങളോടൊപ്പം. അതെ, ശിഷ്യത്വത്തിന്റെ വില യേശു ഒരിക്കലും മറച്ചുവെച്ചിട്ടില്ല. ലോകം പറയുന്നു, സ്വയം സംരക്ഷിക്കുക. യേശു പറയുന്നു, എന്റെ നിമിത്തം സ്വയം നഷ്ടപ്പെടുത്തുക.
ലോകം പറയുന്നു, ശേഖരിക്കുക. യേശു പറയുന്നു, വിതരണം ചെയ്യുക. ലോകം പറയുന്നു, ഒന്നാമനാകുക. യേശു പറയുന്നു, അവസാനത്തെയുള്ളവനാണ് ഒന്നാമനാകുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ദുഃഖത്തെ ഇല്ലാതാക്കുന്നില്ല. ചിലപ്പോൾ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം സ്വർഗത്തിന്റെ യുക്തി ലോകത്തിന്റെ യുക്തിയുമായി ഏറ്റുമുട്ടുന്നു. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് ഇതിനെ ഇരുണ്ട രാത്രി എന്നു വിളിച്ചു. ദൈവം പതുക്കെ നമ്മുടെ എല്ലാ അടുപ്പങ്ങളും എടുത്തുമാറ്റുന്നു. അവിടുന്ന് ക്രൂരനായതിനല്ല, നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ്. അഹങ്കാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, നിയന്ത്രണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. വിശുദ്ധർ ഇത് മനസ്സിലാക്കിയവരാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഓർക്കൂ. പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് സ്വന്തം വിലയേറിയ വസ്ത്രങ്ങൾ പോലും അഴിച്ച് പിതാവിന് തിരികെ നൽകിയ മനുഷ്യൻ. ലോകത്തിന്റെ കണ്ണിൽ അവൻ എല്ലാം നഷ്ടപ്പെട്ട പോഷൻ. പക്ഷേ ആത്മീയമായി അവൻ സ്വതന്ത്രനായി. വിശുദ്ധർ കണക്കുകൂട്ടൽ നിർത്തിയവരാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ സ്വാതന്ത്ര്യവും ഓർമ്മയും ബുദ്ധിയും മുഴുവൻ ഇച്ഛയും സ്വീകരിക്കണമേ. നിന്റെ സ്നേഹവും കൃപയും മാത്രം എനിക്ക് മതിയാകും. അതാണ് ശിഷ്യത്വത്തിന്റെ ഹൃദയം. അതിനാൽ ഇന്ന് സുവിശേഷം നമ്മോട് ചോദിക്കുന്നു, നീ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് എന്താണ്? നീ സമർപ്പിക്കാൻ ഭയപ്പെടുന്ന ഈ മിനിമം ബാലൻസ് എന്താണ്? ഒരുപക്ഷേ അത് ഒരു പകയായിരിക്കാം, ഒരു അഭിമാനമായിരിക്കാം, ഒരു ആസക്തിയായിരിക്കാം, ഒരു ഭയമായിരിക്കാം, അംഗീകാരത്തിനായുള്ള അതിയായ ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള ഭയം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു നിന്റെ ജീവൻ എടുത്തുകളയാൻ ശ്രമിക്കുന്നില്ല. അവിടുന്ന് നിനക്ക് ജീവന്റെ പൂർണ്ണത നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ലോകം ചോദിക്കുന്നു, ഇതിന് എത്ര വില വരും? പക്ഷേ യേശു ചോദിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കാൻ നീ അനുവദിക്കുമോ? ഇപ്പോൾ നമ്മൾ ഈ ബലിപീഠത്തിനരികിലേക്ക് വരുന്നു, മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കൈമാറ്റത്തിന്റെ സ്ഥലത്തേക്ക്. കുരിശിൽ യേശു എല്ലാം ഉപേക്ഷിച്ചു. അന്തസ്, പ്രശസ്തി, ശരീരം, രക്തം, ശ്വാസം തന്നെ. ഒന്നും അവിടുന്ന് പിടിച്ചുവച്ചില്ല. ഇന്നും ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് തന്നെ പൂർണ്ണമായി തരുന്നു. കച്ചവടമായി അല്ല, കണക്കുകൂട്ടലായി അല്ല, ശുദ്ധമായ സ്നേഹമായി. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നാം ഒരു ലാഭവിഹിതമല്ല സ്വീകരിക്കുന്നത്. കണക്കുകൾക്കപ്പുറമുള്ള ദാനം യേശുവിനെ തന്നെയാണ്. അതിനാൽ സമർപ്പിക്കാൻ ഭയപ്പെടരുത്. സ്വർഗരാജാവ് നിനക്കായി വിരുന്നൊരുക്കുമ്പോൾ ലോകത്തിന്റെ ചെറിയ ചോക്ലേറ്റിൽ മുറുകെ പിടിക്കരുത്. നിന്റെ കണക്കുകൾക്കപ്പുറം അവിടുന്നിൽ വിശ്വസിക്കുക. നിന്റെ ഭയങ്ങൾക്കപ്പുറം അവിടുന്നിൽ വിശ്വസിക്കുക. നിന്റെ മിനിമം ബാലൻസിനപ്പുറം അവിടുന്നിൽ വിശ്വസിക്കുക. കാരണം ക്രിസ്തുവിനുവേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുന്നവൻ ഒരു ദിവസം ഒരു മനോഹര സത്യം കണ്ടെത്തും. അവിടുന്നിൽ അവർ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒടുവിൽ അവർ എല്ലാം കണ്ടെത്തിയിരിക്കുന്നു. ആമേൻ.